നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ അപ്പോൾ തന്നെ അവർക്കെതിരെ കേസെടുക്കുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്ന പ്രവണത. ആദ്യത്തെ കേസ് മറുനാടനെതിരെയായിരുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് പറഞ്ഞതിനല്ല, നേരെ മറിച്ച് ദുരിതാശ്വാസ നിധിയിൽ കിട്ടുന്ന കണക്കുകൾ സുതാര്യമാകണം എന്ന് പറഞ്ഞതിനാണ് കേസെടുത്തത്. പിണറായി കാലത്തെ മാധ്യമ സ്വാതന്ത്ര്യം ഇത്രയുമേ ഉള്ളൂ. മറുനാടനെതിരെ കേസെടുത്ത് നിശബ്ദമാക്കിയാൽ പിന്നെ എല്ലാവരും മിണ്ടാതിരുന്നോളും എന്ന് കരുതിയെങ്കിലും സകല മനുഷ്യരും ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് 200-ലധികം പേർക്കെതിരെ കേസെടുത്തു. ഒരുമാതിരിപ്പെട്ട എല്ലാ ഓൺലൈൻ പത്രങ്ങൾക്കെതിരെയും സർക്കാർ കേസെടുത്തു. ഇവരിൽ എത്ര പേർ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞു എന്ന് നിശ്ചയമില്ല. ബെന്നി ജനപക്ഷവും അഖിൽ മാരാർ എന്ന സെലിബ്രിറ്റിയുമൊക്കെ ദുരിതാശ്വാസ നിധിയുടെ പേരിൽ കേസെടുത്തവരിൽ പെടും. ഇതിൽ അഖിൽ മാരാരെ തൊട്ടത് സർക്കാരിന് വലിയ പാരയായി മാറി. അഖിൽ മാരാർ തുടർച്ചയായി ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട സർക്കാരിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദുരിതാശ്വാസ നിധിയിൽ തട്ടിപ്പില്ല എന്ന് പറയുന്നവരുടെ മുമ്പിലേക്ക് ഏതാണ്ട് 82-83 കോടി രൂപ KSFക്ക് സർക്കാർ കൊടുത്തത് എന്തിനെ എന്ന ചോദ്യവുമായി രംഗത്ത് വന്നു. സർക്കാർ പ്രതിരോധത്തിലായി. അഖിൽ മാരാർ നുണയനാണ് എന്ന് അവർ പ്രചരണം പറഞ്ഞുകൊണ്ടിരുന്നു. മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചു. ആ വിശദീകരണത്തിലും അടിമുടി കള്ളവും ദുരൂഹവുമായിരുന്നു. ഇതിനൊക്കെ ഒടുവിൽ അഖിൽ മാരാരുടെ ഒരു സുപ്രധാനമായ വീഡിയോ ഫേസ്ബുക്ക് ഫ്ലാഗ് ചെയ്തു. ഇൻഡിപെൻഡന്റ് ഫാക്ട് ചെക്കിംഗ് നടത്തി അത് ശരിയല്ല എന്ന് കണ്ടെത്തി എന്നാണ് ഫേസ്ബുക്ക് ഫ്ലാഗ് ചെയ്തത്. ഇതോടെ പിണറായി ഭക്തർ അഖിൽ മാരാരുടെ നുണ ഫേസ്ബുക്ക് പൊളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തി. കമ്മികൾക്ക് ആഘോഷിക്കാം എന്നതല്ലാതെ അങ്ങനെ ഫേസ്ബുക്ക് ഫ്ലാഗ് ചെയ്തതുകൊണ്ടൊന്നും അഖിൽ മാരാർ പറഞ്ഞ സത്യമല്ലാതാകുന്നില്ല. ഫേസ്ബുക്ക് പലപ്പോഴും ഫ്ലാഗ് ചെയ്യുന്നത് അനേകം പേർ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ്. എന്ന് മാത്രമല്ല, ഈ ഫേസ്ബുക്കിൻ്റെ ഇൻഡിപെൻഡന്റ് ഏജൻസി എന്ന് പറയുന്നത് പ്രതിഫലം കൈപ്പറ്റി മലയാളികൾ തന്നെ ഉള്ള ഒരു സംവിധാനമാണ്. അവരിൽ പലരും പലപ്പോഴും കമ്മികൾ തന്നെയാണ്. അവരുടെ ഒരു മാനദണ്ഡം സർക്കാർ എന്തു പറയുന്നു എന്നതാണ്. സർക്കാർ ഔദ്യോഗികമായി ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ സർക്കാർ പറഞ്ഞതിനെയാണ് അവർ അംഗീകരിക്കുന്നത്. അതിനൊരു സ്വാഭാവികമായ പ്രക്രിയയായി കാണേണ്ടി വരും. കാരണം ഒരു രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമം അവർക്ക് ബാധകമാണ്. ഇവിടെ സർക്കാർ ഇത് നുണയാണ് എന്ന് പറഞ്ഞാൽ നുണയല്ല എന്ന് പറയാൻ ഫേസ്ബുക്കിന് പരിമിതികളുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ കമ്മിക്കൂട്ടങ്ങൾ അഖിൽ മാരാറെ പഞ്ഞിക്കിടുന്നത്. എന്നാൽ അഖിൽ മാരാർ കീഴടങ്ങാനോ പിന്മാറാനോ ഒരുക്കമല്ല. അദ്ദേഹം അതിശക്തമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ഫേസ്ബുക്ക് ഫ്ലാഗിങ്ങിന് ശേഷം അഖിൽ മാരാർ വൃത്തിയായി കൃത്യമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കമ്മിക്കൂട്ടങ്ങളെ സർക്കാരിനെ വെല്ലുവിളിക്കുന്നു. അഖിൽ മാരാർ പറയുന്നത്, ഞാൻ പറയുന്ന ഈ കാര്യം, അതായത് ഫേസ്ബുക്ക് ഫ്ലാഗ് ചെയ്യാൻ കാരണമായ നിലപാട് പട്ടികജാതിക്കാർക്ക് നേരിട്ട് സൗജന്യമായി ലാപ്ടോപ്പ് കൊടുത്തു എന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണമാണ്. ആ വിശദീകരണം ശരിയെന്ന് തെളിയിച്ചാൽ താൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് താൻ വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് വീടിൻ്റെ പണം കൊടുക്കുക മാത്രമല്ല, ഒരു അന്തം കമ്മിയായി മാറുകയും ചെയ്യാം എന്ന് വാഗ്ദാനം കൊടുത്തിരിക്കുന്നു. അഖിൽ മാരാരുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി ദാസനെ ഏത് വിധേനയും കരിവാരി തേക്കണം എന്ന് ശപഥം ചെയ്ത പാർട്ടിയിൽ ഒരു വിഭാഗം ഏത് വിധേനയും എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ്. എൻ്റെ വീഡിയോ മാസ് റിപ്പോർട്ട് ചെയ്താൽ ഫേസ്ബുക്ക് സ്വാഭാവികമായും എടുക്കുന്ന നടപടികളിൽ ഒന്നാണിത്. ഇനി ആ വീഡിയോയിൽ മുഖ്യമന്ത്രി പറഞ്ഞ കള്ളങ്ങളും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഫാക്ട് ചെക്ക് ചെയ്താൽ മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമെന്ന് തെളിയും. ഇത് വളരെ രസകരമായ ഒരു കൗണ്ടർ അറ്റാക്കാണ്. മുഖ്യമന്ത്രി പറഞ്ഞ കള്ളവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോ സഹിതം കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്ക് ഇത് കള്ളമാണെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞ കള്ളത്തെക്കുറിച്ചാവും എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. ആദ്യം ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി തന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കേൾക്കുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ KSFക്ക് നൽകിയ തുകയാണ്. കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ 81,43 ലക്ഷം രൂപ KSFക്ക് നൽകി. ഇതുവഴി ആകെ 47,673 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി. ഇതാണ് വസ്തുത. എന്നിട്ട് വേണം അഖിൽ മാരാരുടെ വിശദീകരണത്തിലേക്ക് പോകാൻ. ഒന്ന്, തിരിച്ചടവുള്ള പദ്ധതിയാണ് എങ്കിൽ എന്തുകൊണ്ട് പത്രസമ്മേളനത്തിൽ വിദ്യാശ്രീ എന്ന് പറഞ്ഞു, വിദ്യാകിരണം എന്ന് മാത്രം പറഞ്ഞാൽ പോരായിരുന്നു? ചോദ്യമല്ലേ? മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് വിദ്യാശ്രീ വിദ്യാകിരണം പദ്ധതി വഴി കൊടുത്തുവെന്ന്. അതിനാണ് അഖിൽ മാരാർ മറുപടി പറഞ്ഞത് വിദ്യാശ്രീ ലോണാണ്, അത് വാങ്ങിയവർ തിരിച്ചു കൊടുത്തെന്ന്. അങ്ങനെ തിരിച്ചു കൊടുത്ത ഒരു പദ്ധതിയുടെ പേരിൽ എന്തിന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു? വിദ്യാകിരൻ്റെ കാര്യം പറഞ്ഞാൽ പോരെ? എന്തിനാണ് വിദ്യാശ്രീ പറഞ്ഞത്?
അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് നുണയല്ലേ? 2, പട്ടികജാതി വർഗ്ഗ കുട്ടികൾക്ക് ലാപ്ടോപ്പ് സൗജന്യമായി കൊടുത്തു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വളരെ വ്യക്തമായി പ്രേക്ഷകർ കേട്ടതാണ്. മുഖ്യമന്ത്രി പറയുന്നു, വിദ്യാശ്രീയുടെ കാര്യം ആവശ്യമില്ലാതെ പറഞ്ഞു. വിദ്യാകിരൺ പദ്ധതി വഴി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തു എന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ അഖിൽ മാരാർ പറയുന്നു അത് കള്ളമാണ്. വിദ്യാകിരൺ പദ്ധതി വഴി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടില്ല. സ്കൂളുകൾക്ക് കൊടുത്തിട്ടുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് കൊടുത്താൽ അത് കേടായാൽ മാറ്റി കൊടുക്കേണ്ടി വരും. സ്കൂളുകൾക്കാവുമ്പോൾ 10 or 15 കൊടുത്താൽ 2 or 3 കേടായാൽ ആരും ഒന്നും പറയില്ല. വാസ്തവത്തിൽ KSFൽ കെട്ടിക്കിടന്ന ലാപ്ടോപ്പ് വിറ്റഴിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി പട്ടികജാതിക്കാരുടെ പേരിൽ ഉപയോഗിച്ചു എന്നതാണ് വാസ്തവം. കേരളത്തിൽ സ്കൂൾ തലത്തിൽ വിദ്യാകിരണം എന്ന പദ്ധതി വഴി ഒരു കുട്ടിക്ക് സൗജന്യമായി ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പരസ്യമായി മാപ്പ് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ തുക നൽകും. ഏതെങ്കിലും ഒരു CPM-കാരന് വെല്ലുവിളി ഏറ്റെടുക്കാമോ? അതുകൊണ്ടാണ് പറഞ്ഞു, ഏതെങ്കിലും ഒരു പട്ടികജാതി വിദ്യാർത്ഥിക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം കൊടുത്ത് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു എന്ന് തെളിയിച്ചാൽ ഞാൻ CPM-കാരനാകാമെന്ന്. 3, യാഥാർത്ഥ്യം എന്തെന്നാൽ 47,693 ലാപ്ടോപ്പുകൾ സ്കൂളുകൾക്ക് ലൈബ്രറി സ്കീം അടിസ്ഥാനത്തിൽ നൽകിയതാണ്. അതായത് ആവശ്യമുള്ള കുട്ടികൾക്ക് ഉപയോഗിച്ച ശേഷം തിരിച്ചു കൊടുക്കാം. ഇത് ലാപ്ടോപ്പുകൾ സർക്കാർ ടെൻഡർ വിളിക്കാതെ KSFE ഓഫീസിൽ വിദ്യാശ്രീ പദ്ധതിക്ക് വാങ്ങിക്കൂട്ടിയത് ദുരിതാശ്വാസ നിധിയിൽ എന്തിനു നൽകി? അതായത് ദുരിതാശ്വാസവുമായി ഒരു ബന്ധവുമില്ല. KSFE കോവിഡ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വാങ്ങിക്കൂട്ടിയ ലാപ്ടോപ്പുകൾ ചെലവാകാതെ വന്നപ്പോൾ കോവിഡിന് ശേഷം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം കൊടുത്ത് അത് വിറ്റഴിച്ചു എന്ന വലിയൊരു അഴിമതിയാണ് ഇപ്പോൾ അഖിൽ മാരാർ ഉയർത്തുന്നത്. കോവിഡ് സമയത്ത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കള്ളം? അതും ഞാൻ കമ്മികളെ വെല്ലുവിളിക്കുന്നു. വിദ്യാകിരണ പദ്ധതി പ്രകാരം ലാപ്ടോപ്പ് സൗജന്യമായി നൽകിയത് സ്കൂൾ തുറന്ന ശേഷമായിരുന്നു. അതായത് കോവിഡ് കാലത്ത് വീട്ടിലിരിക്കുമ്പോഴാണ് ലാപ്ടോപ്പ് വേണ്ടത്. പക്ഷെ സ്കൂൾ തുറന്നതിന് ശേഷമാണ് കൊടുത്തത്. അപ്പോൾ അതും കള്ളമാണെന്ന് പറയുന്നു. എന്തുകൊണ്ട് സ്കൂളുകൾക്ക് കൊടുത്തു എന്ന് പറയാം? KSFE ഓഫീസിൽ കെട്ടിക്കിടന്ന ലാപ്ടോപ്പുകൾ പലതും നശിച്ചിരുന്നു. സ്കൂളുകൾക്ക് ഒരു 15 എണ്ണം കൊടുത്താൽ അതിലൊരു 5 എണ്ണം നശിച്ചായാലും കുട്ടികൾ അറിയില്ല. സ്കൂൾ അധികൃതർ ഇവ മാറ്റിവെച്ചിട്ട് നല്ലത് മാത്രം ലൈബ്രറി സ്കീമിൽ കൊടുത്തുവിടും. കുട്ടികൾക്ക് ഇത് നേരിട്ട് കൊടുത്താൽ നശിച്ച ലാപ്ടോപ്പ് കിട്ടുന്ന കുട്ടി പരാതിപ്പെടും, ഇവന്മാരുടെ കള്ളം പൊളിയും. എൻ്റെ അഭിപ്രായം ദുരിതാശ്വാസ നിധി വഴിവിട്ട് ചെലവഴിച്ചു എന്നതായിരുന്നെങ്കിൽ ഇപ്പോഴത് തട്ടിപ്പ് കാണിക്കാൻ ഉപയോഗിച്ചു എന്ന വസ്തുതയിൽ എത്തി നിൽക്കുന്നു. എന്ത് അന്തം കമ്മികളിൽ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ? വാർത്ത ഇട്ടേക്കുന്നത് സത്യമെന്ന വാക്ക് നിഘണ്ടുവിൽ പോലും കണ്ടിട്ടില്ലാത്ത വ്യാജാഭിമാനി. വളരെ വ്യക്തമായി ഈ വാദവും പൊളിച്ചടുക്കുകയാണ് അഖിൽ മാരാർ. സത്യമായിട്ടും കേരളത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അഖിൽ മാരാർ തന്നെയാണ്. ഈ KSFE അടക്കം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉയർന്നു വന്ന ഒരാരോപണവും പ്രതിപക്ഷം ഏറ്റെടുത്തിട്ട് BJP ഏറ്റെടുത്തിട്ടില്ല, കോൺഗ്രസും ഏറ്റെടുത്തിട്ടില്ല. ഇതിലെന്തുകൊണ്ടാണ്? ദുരിതാശ്വാസ നിധി സുതാര്യമാകണമെന്ന് പറഞ്ഞ 200-ലധികം പേർക്കെതിരെ കേസെടുത്തിട്ട് കമാന്നൊരക്ഷരം പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാക്കൾ ദുരിതാശ്വാസ നിധിക്ക് വേണ്ടി വാദിക്കുന്നു എന്നത് ദേശാഭിമാനി ഇന്നും വാർത്തയാക്കിയിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയിൽ ഫണ്ട് കൊടുക്കണം, ഒരു കുഴപ്പവുമില്ല. കാരണം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയാണ് ദുരിതബാധിതർക്ക് കൊടുക്കാനുള്ളതാണ്. പക്ഷേ അത് സുതാര്യമാകണം, അതിൽ അഴിമതി നടക്കാതിരിക്കണം, അതിൽ കിടക്കുന്ന പണം അർഹതപ്പെട്ടവർ കൊടുക്കണമെന്ന് പറയാൻ പ്രതിപക്ഷത്തിന് എന്താണ് ഇത്ര ഭയം? 232 കോടി രൂപ 2018-19 വർഷത്തിൽ പിരിച്ചത്, അതായത് വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ പിരിച്ചത് 5 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഫിക്സഡ് ഡിപ്പോസിറ്റായി കിടക്കുന്നു എന്നും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പുറത്തേക്ക് പോയ പണത്തിന്റെ കണക്ക് ലഭ്യമല്ല എന്നും തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് പ്രതിപക്ഷം മിണ്ടുന്നില്ല? എന്തായാലും ഒരു അഖിൽ മാരാർ ഉണ്ടല്ലോ എന്നോർത്ത് സമാധാനിക്കാം.